CMDRFിലേക്ക് ഉദ്യോഗസ്ഥരുടെ വിഹിതം പിടിച്ചു നൽകാത്ത DDOമാരുടെ ശമ്പളം സർക്കാർ പിടിച്ചുവെച്ചതായി പരാതി. 18 ദിവസമായിട്ടും 4000 ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ ശമ്പളം പിടിച്ചുവെക്കുന്നത് ആദ്യമാണെന്ന് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ആരോപിച്ചു. സസ്പെൻഷനിലാകുന്ന ജീവനക്കാർക്ക് പോലും സബ്സിസ്റ്റൻസ് അലവൻസ് നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യേണ്ട ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരുടെ ശമ്പളം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ധനകാര്യ വകുപ്പ് തടഞ്ഞിരിക്കുന്നത്. പെരുന്നാൾ ദിവസം പോലും ശമ്പളം ലഭിക്കാതെ ആയിട്ടുള്ള ധാരാളം മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള DDOമാരുണ്ടായിരുന്നു. ഇനിയും ശമ്പളം ലഭിക്കാത്ത ഏതാണ്ട് 4000-ൽ പരം DDOമാർ സംസ്ഥാനത്തുടനീളമുണ്ട്. അവരത് ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്ന് അടച്ചാൽ മാത്രമേ ശമ്പളം നൽകൂ എന്ന സർക്കാരിൻ്റെ പിടിവാശി അവസാനിപ്പിക്കണം. സർക്കാരിന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടും ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് ആ നിവേദനം ഫോർവേഡ് ചെയ്തല്ലാതെ ഇത് സംബന്ധിച്ച യാതൊരു വിശദീകരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇതൊരു ശിക്ഷാ നടപടി എന്ന് പറയാൻ കഴിയില്ല. കാരണം DDO അയാളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അയാളുടേതല്ലാത്ത കാരണമാണ്. DDOയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പേ സ്ലിപ്പ് ലഭിക്കാതെ DDO എന്ത് ചെയ്യാൻ കഴിയും? ഈ DDOമാരുടെ ശമ്പളം നൽകുന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനെയും കാറ്റിനെ സമീപിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഫ്വാൻ കാളികാവ് വിവരങ്ങൾ നൽകും. സഫ്വാൻ, എന്താണ് DDOമാർക്ക് ശമ്പളം വൈകാൻ കാരണമാകുന്നത്? ദിവ്യ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ദിവസത്തെ സാലറി സർക്കാർ ഉദ്യോഗസ്ഥർ സറണ്ടർ ചെയ്യണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പല ഓപ്ഷനും ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഓപ്ഷൻ നേരിട്ട് സാലറിയിൽ നിന്ന് പിൻവലിക്കാം, PF വഴി പിൻവലിക്കാം, അവിടെ ലീവ് സറണ്ടർ ചെയ്യാൻ തുടങ്ങി പല ഓപ്ഷനുകളും ഉണ്ടായിരുന്നു. ഈ ഓപ്ഷനുകൾ നിലനിൽക്കെ ഇതിൻ്റെ ഈ പൈസ പിൻവലിക്കേണ്ട DDമാരുടെ സാലറിയാണ്, ഈ മാസത്തെ സാലറിയാണ് സർക്കാർ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. 18 ദിവസമായിട്ടും 4000-ഓളം ജീവനക്കാർക്ക് സാലറി ലഭിച്ചില്ല എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ പരാതിപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ 6000-ഓളം ജീവനക്കാർക്ക് സാലറി ലഭിക്കാതെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ജീവനക്കാരുടെ ഒക്കെ പേപ്പർ വർക്കുകൾ ശരിയാക്കിയതിനു ശേഷമാണ് 2000-ഓളം ജീവനക്കാർക്ക് സാലറി കിട്ടിയത്. നിലവിൽ 4000-ഓളം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 18 ദിവസമായി സാലറി മുടങ്ങിക്കിടക്കുക എന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആക്ഷേപം. ഇവർ പറയുന്നത് ഇത്തരത്തിലൊരു നടപടി, അതായത് ഇങ്ങനെ ഒരു സാങ്കേതിക കാരണങ്ങളാണ് പല വിധത്തിലും ഇങ്ങനെ ഈ സാലറി പിടിച്ചു വെക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുന്നത്. ഇത്തരത്തിലൊരു കാരണത്താൽ ഇങ്ങനെ സാലറി പിടിച്ചു വെക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമാണെന്നും ഉദ്യോഗസ്ഥർ പരാതിയായി ഉന്നയിക്കുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായ നടപടി ഉണ്ടായില്ല. ധനകാര്യ വകുപ്പ് പറയുന്നത് ഈ ജീവനക്കാരുടെ സാലറി അല്ലെങ്കിൽ ഈ വിഹിതം CMDRFിലേക്കുള്ള വിഹിതം തിരിച്ചടച്ചാൽ മാത്രമേ DDOമാർക്ക് സാലറി ലഭിക്കുകയുള്ളൂ എന്ന് കൂടിയാണ് ഈ DDO ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് പോകാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം. കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ സംഘടനകൾ നമ്മോട് പറഞ്ഞു.